ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിയമസഭ പ്രക്ഷുബ്ധമാകുന്നതിനാണ് ഇന്ന് കേരളം കണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നൊരു ആശങ്ക ചില കേന്ദ്രങ്ങളിൽ നിന്ന് UDF കേന്ദ്രങ്ങളിൽ നിന്ന് പങ്കുവെക്കുന്ന സാഹചര്യത്തിലാണ് നിയമസഭയിൽ ഇന്ന് ഈ വിഷയം ഉന്നയിക്കുകയും സഭ ബഹിഷ്കരിച്ച കോൺഗ്രസും UDF-ഉം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയും ചെയ്തത്. എന്തായാലും സഭ ഇന്നത്തേക്ക് പിരിഞ്ഞ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വന്നിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളും കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ഇപ്പോഴത്തെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അദ്ദേഹത്തിന്റെ കൂടെ പോയതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വിശദമായി പരിശോധിക്കാം. സൗപർണിക PS ആണ് കൂടെയുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ MLA-യും നിലവിലെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാമും ഒരുമിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതിന്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തള്ളിപ്പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചിത്രങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്? പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയല്ലേ? തീർച്ചയായും പാർട്ടി വിഷയത്തിൽ പൂർണ്ണമായി പ്രതിരോധത്തിലായി. ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്താലും CPM-ന് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന പോലെ ആദ്യമേ പത്മകുമാറിനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞ ദിവസവും കടകംപള്ളി സുരേന്ദ്രനോട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് താൻ മന്ത്രി എന്ന നിലയിൽ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശബരിമലയിലെ പോറ്റി അല്ലെങ്കിൽ ശബരിമലയുടെ പൂജാരി ആയതിന്റെ പേരിലാണ്, ആ ഒരു ബന്ധത്തിന്റെ പേരിൽ പോയി, അതിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ്. SIT ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത മൊഴിയെ പറ്റി അറിയില്ല, തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ SIT-ക്ക് മുന്നിൽ താൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇതിനെയെല്ലാം മറിച്ചുകൊണ്ടാണ് ഇന്ന് ആ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അത് എന്താണ്, കടകംപള്ളിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും. കാര്യം ഒരു ഉപഹാരവും സ്വീകരിച്ചിട്ടില്ല. ഈ പറയുന്ന പോലെ SIT-ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് പലർക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാർക്ക് പലർക്കും താൻ ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കടകംപള്ളി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറപ്പിച്ചു പറഞ്ഞു താൻ ഒന്നും വാങ്ങിയിട്ടില്ല, ഒരു ഉപഹാരവും സ്വീകരിച്ചിട്ടില്ല എന്ന്. പക്ഷേ എന്താണ്, ഉപഹാരം സ്വീകരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കടകംപള്ളി വെട്ടിലായി. കടകംപള്ളി വെട്ടിലായി എന്ന് പറയുമ്പോൾ പൂർണ്ണമായി പറയേണ്ടത്, അല്ലെങ്കിൽ ആദ്യം പറയേണ്ടത് CPM വെട്ടിലായി എന്നുള്ളതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്താലാണ് ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാൻ കഴിയുന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഈ പറയുന്ന പോലെ UDF-ഉം കോൺഗ്രസും ഇന്ന് സഭ ബഹിഷ്കരിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്, അവർക്ക് ഈ പറയുന്ന പോലെ ഈ അന്വേഷണത്തിൽ അവർ തൃപ്തികരമല്ല. അവർ മാത്രമല്ല, ഒരു തരത്തിൽ നോക്കിയാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആരും തൃപ്തികരമല്ല. ഈ പറയുന്ന പോലെ SIT ചവിട്ടിപ്പിടിക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നതിന്റെ പേരിൽ മാത്രം കേസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുവന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞു, PS പ്രശാന്തിനെയൊക്കെ രണ്ടാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇനി കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ലേ, കടകംപള്ളി തെറ്റുകാരനല്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. കടകംപള്ളി ആദ്യം മുതലേ പറയുന്നുണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല, സ്വർണം കട്ട കള്ളൻ എന്ന് തന്നെ വിളിക്കരുത് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞ പ്രസ്താവന. അതിൽ നിന്ന് ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ കടകംപള്ളിക്ക് എന്തൊക്കെയോ അറിയാമായിരുന്നു, അല്ലെങ്കിൽ കടകംപള്ളിക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സഭ ഇന്ന് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു. ഭരണപക്ഷത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഒരു മന്ത്രി നിയമസഭയിൽ പറയുകയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് ഈ ശബരിമലയിലെ സ്വർണ്ണമുള്ളത്, സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ അപമാനിക്കാനാണ് CPM ശ്രമിച്ചത്. അവിടെ അപമാനിക്കുന്നതിന്റെ വിഷയമല്ല, ഇത് ഏത് തരത്തിൽ, ഇപ്പൊ ഏത് പാർട്ടിയായാലും, ഇപ്പൊ കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ CPM ആകട്ടെ, ആരായാലും ശബരിമല വിഷയത്തിൽ, അല്ലെങ്കിൽ ശബരിമല അയ്യന്റെ സ്വർണം കെട്ടത് ആരായാലും അവരോട് കേരള പൊതുസമൂഹം പൊറുക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഏതെങ്കിലും തലത്തിൽ ഇത് ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ തലയിൽ വെക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന SIT എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസാണല്ലോ, അവർ സോണിയാഗാന്ധി ചോദ്യം ചെയ്യട്ടെ, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ. അങ്ങനെ ഒരു സംശയം ഉണ്ട് എങ്കിൽ തീർച്ചയായും സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ ആരും ഇവിടെ എതിർക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം SIT-ക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യാം, ഏത് സമയം വേണേ അവർക്ക് ചോദ്യം. അതൊന്നല്ല, ഇത് പുകമറ സൃഷ്ടിക്കുക. അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ അതിദയനീയ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത CPM ഇപ്പോൾ വീണ്ടും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കഴിയുമോ എന്നാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം കേരളീയ സമൂഹം പുച്ഛിച്ചു തള്ളുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. പക്ഷേ CPM-ന് ഈ കേസിനകത്ത് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രനും മുൻ MLA-യും റാന്നി MLA-യുമായ രാജു എബ്രഹാമും പോയ ചിത്രമാണ് പുറത്തു വന്നെങ്കിൽ നാളുകളിൽ മറ്റു ചില ചിത്രങ്ങൾ കൂടി പുറത്തു വരും. അന്നും പാർട്ടി എന്ത് പറഞ്ഞ് പ്രതിരോധിക്കുമെന്ന ആശങ്കയാണ് പാർട്ടി നേതാക്കന്മാർക്കുള്ളത്. പക്ഷെ മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ ചേട്ടാ, ഈ പറയുന്ന പോലെ പാർട്ടി പറയുന്നുണ്ടല്ലോ തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന്. MV ഗോവിന്ദനൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്, സ്വർണം കട്ടവരാരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ
ഇവര് പത്മകുമാറിനെ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? അപ്പൊ ഇവർ പത്മകുമാറിനെ തള്ളി പറയാൻ ഇവർ ഭയക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കടകംപള്ളി ആകാം എന്നേ പറയുന്നുള്ളൂ. കടകംപള്ളിയാണെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ പത്മകുമാറിനെ തള്ളി പറയാത്തത് CPM പത്മകുമാറിനെ തള്ളി പറഞ്ഞാൽ പത്മകുമാർ കൊടുക്കുന്ന മൊഴി അല്ലെങ്കിൽ പത്മകുമാർ പറയാൻ പോകുന്നത് ഈ പാർട്ടിയുടെ അധപ്പതനത്തിലേക്ക് എത്തിക്കുന്നുള്ള ഭയം കൊണ്ടായിരിക്കില്ലേ? തീർച്ചയായും പത്മകുമാറിനെ പാർട്ടി തള്ളി പറയാത്തത് പാർട്ടിക്ക് പത്മകുമാറിനെ ഭയമുള്ളത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഈ കേസിനകത്ത് പാർട്ടി പ്രതിരോധത്തിലായ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ആരെയെല്ലാം ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ആരുടെയെല്ലാം അറസ്റ്റ് ഉണ്ടാകുമെന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. കാരണം കേരള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള SIT ആണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ പാർട്ടിക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നൊരു മെല്ലപ്പോക്കുണ്ടോ എന്ന് ഹൈക്കോടതി തന്നെ സംശയം നേരത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം ശങ്കർദാസിന്റെ അറസ്റ്റിന് ശേഷം മറ്റൊരു ഉന്നതൻ റഡാറിലുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അതാര് എന്ന ചോദ്യത്തിന് വ്യക്തത വരുത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. നിലവിൽ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സമരം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും. ഈ ഒരു പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി ആ ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങൾക്കിടയിൽ ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും തീരുമാനം. ആ പാരഡി ഗാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തിറക്കിയ പാരഡി ഗാനം CPMന്റെ അടിവേരറുത്തെങ്കിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി CPMനെ തിരിഞ്ഞുകൊത്താൻ പോകുന്നതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ജയിലഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ പങ്കുണ്ടെന്ന രീതിയിൽ അറസ്റ്റ് ചെയ്താൽ കടകംപള്ളിയെ പാർട്ടി തള്ളിപ്പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കടകംപള്ളിയെ പാർട്ടി തള്ളിപ്പറയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ചേർത്ത് നിൽക്കുന്ന സമീപനമാണ് പാർട്ടിയുടെ ഭാഗത്തുണ്ടായത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോഴും തങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. അത് ഏത് തരത്തിലുള്ള വിലയിരുത്തലാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിടിച്ചു നിൽക്കാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടി CPM സ്വീകരിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിരോധത്തിന്റെ പടുകുഴിയിൽ വീണ CPMന് നാളുകളിൽ കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതാരെ തള്ളിപ്പറഞ്ഞാലും ഉൾക്കൊണ്ടാലും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത CPMനുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.